ന്യൂസിന് അല്പസമയം അനുവദിച്ചത്. അമ്മയ്ക്ക് 2 4 5 പറ്റത്തില്ല. പിറന്നാളിൽ എന്താ പുതുമയുള്ളത്? അമ്മയ്ക്കൊന്നും ഇരു ദർശനം കൊടുക്കുക ഇല്ലാത്ത പോലെ, എല്ലാ വർഷം പോലെ. അതാണ് അമ്മയുടെ അത്ര. ലോകം ഒരു പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അമ്മയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഒരു മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്നത്? ഈ നിമിഷമാണല്ലോ എന്നെ ജീവിതം. ഒരു വിത്തിലാണ് വൃക്ഷം. ഈ നിമിഷത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തോട് ശ്രദ്ധിച്ച് ചെയ്യുക. ചുറ്റും നോക്കുക തീയാണ്. കാരണം തീയേണ്ട ഒരു നിസ്സഹായത്വം അല്ലല്ലോ നോക്കി ചെയ്യുന്നത്. നിസ്സഹായതയല്ല, അല്ലെങ്കിൽ ശക്തി ആർജിക്കാൻ കിടക്കാൻ, അതിന് അപ്പുറത്ത് കിടക്കാനുള്ള ശക്തിയാണ് നമ്മൾ ആർജിക്കേണ്ടത്. ഇപ്പം നോക്കുമ്പോൾ ശരിയാണ്. കാരണം ഇന്നലെ ഇന്ന് അപ്പോൾ എന്നൊക്കെ ഓരോ ദിവസവും കേൾക്കുന്ന സംഭവങ്ങൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. പക്ഷെ അപ്പം ഒന്നുകൂടി ഇനി ഓരോരുത്തരും അവയർനെസ് ഒരു തൂക്കിന് മുമ്പ് നിൽക്കുന്ന പോലെ അവയർനെസ് നമ്മൾ എടുക്കണം. ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതിനിടയിൽ ആത്മീയ മൂല്യങ്ങൾ കൊടുത്താൽ കുറച്ചൊരു മാറ്റം ഉണ്ടാവുമെന്നുള്ളതായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അമ്മ, ഇപ്പോൾ ഈ ആത്മീയ മൂല്യവും അതുപോലെ തന്നെ ഈ ദൈവിക ചിന്തകളും അതും വളരെയധികം കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമായി. കൂടുതലും കാശുണ്ടാക്കുക അല്ലെങ്കിൽ മറ്റു പല ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ആളുകൾ കൂടുതൽ പോകുന്നത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ കാണുമ്പം അമ്മയ്ക്ക് എന്താണ് ഈ ജനങ്ങളോട് പൊതുവെ നൽകാനുള്ളത്? ആവശ്യം ആഡംബരം തിരിച്ചറിയാത്തൊരു സമൂഹമായി പോയി. വേഗബുദ്ധി നഷ്ടപ്പെട്ടു. ഒരു അന്ധനെ പോലെ അനുകരണമാണ്. കാരണം സ്വന്തമായി ചിന്തിക്കുന്നില്ല, മറ്റുള്ളവരുടെ കണ്ടങ്ങ് അനുകരിക്കുകയാണ്. അപ്പം അതിലേക്കെല്ലാം ഇനി ശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒഴുക്ക് ഒന്നുകൂടി ശക്തമാകുന്ന രീതിയിലാണ് കാണുന്നത്. തിരിച്ചു വരാനൊരു, കാരണം ഇപ്പം തതി ഇട്ടിട്ട് ചെറുതാക്കി, ചെറിയ നദി പോലെ. അപ്പം അത്രയും ഒഴുക്കിൽ ഒഴുകേണ്ട വെള്ളം ചുരുങ്ങി ഒഴുകുമ്പോൾ ശക്തമായിട്ടാകാം. ആ ഒഴുക്കിന് തിരിച്ച് നമുക്ക് വരാൻ വലിയ വിഷമമാണ്. ഇനി ഒരു പഴയത് കൊണ്ടുവരാൻ. എന്നാലും കുറച്ചെങ്കിലും ഒന്ന് ശ്രമിച്ചാൽ ഒരു വ്യത്യാസം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ അതിനോടൊത്ത് നമ്മൾ ഒഴുകല്ല, കുറച്ചെങ്കിലും ശ്രമിച്ചാൽ പഴയ മൂല്യത്തെ കൊണ്ടുവരാൻ സാധിക്കുമല്ലോ എന്നുള്ള ആ ഒരു കാര്യത്തിൽ അമ്മയ്ക്ക് സ്വയം എങ്ങനെ അമ്മ ഒരു സംതൃപ്തി ഉണ്ടോ ഇപ്പോൾ അമ്മയുടെ? ആ സംതൃപ്തി മറ്റൊന്നും എടുക്കേണ്ടതല്ലോ മോനെ. അതേ പ്രതികൂല സാഹചര്യം അനുകൂല സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത് നമ്മുടെ മനസ്സിലെ സ്വഭാവം, ലോകത്തിന്റെ സ്വഭാവം ഇതാണ്. നമ്മൾ കുഞ്ഞിത്തരം ഉണ്ട്, ഒരെണ്ണം നല്ല സ്ത്രീ ഉണ്ടാവും, ഒരെണ്ണം ദേഷിക്കുന്നുണ്ടാകും, മുട്ടിച്ചിരുന്നുണ്ടാകും, ഒരെണ്ണം